ഇന്ന് കർക്കിടക കറിയാണ്. കർക്കിടകത്തിൻ്റെ സ്പെഷ്യൽ കറിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് നമുക്ക് ഈ ചീരത്തോരൻ അങ്ങ് റെഡിയാക്കാം. ഇത് ചായമൻസ എന്ന് പറയുന്ന ഒരു തരം ചീരയാണ്. വേലിക്കലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന. അടുത്തിടെയാണ് ഇത് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വ്യാപകമായിട്ട് ഉള്ളത്. കാരണം എവിടെ ഒരു തണ്ട് കൊണ്ടിട്ടാലും കിളുത്ത് വരും. അപ്പോൾ അത് കുനുകുന അരിഞ്ഞമ്മ തന്നു. ബാക്കി ഇതിൽ വേണ്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ കാണിച്ചു തരാനാണ്? ഇത് നിങ്ങൾ നോക്കണം. ഇതൊക്കെയാണ് സർവ്വസാധാരണമായി നടക്കുന്നത്. എല്ലാം അടിക്കൊന്നും അല്ല ആരും എടുത്ത് വയ്ക്കാറ്. ഇതിനകത്ത് തേങ്ങയുണ്ട്, ഒരു മുറി തേങ്ങയുണ്ട് കേട്ടോ. മഞ്ഞളുണ്ട്, ചെറിയുള്ളി ഇഷ്ടം പോലുണ്ട്. പിന്നെ കാന്താരി കണ്ടോ, കാന്താരിയൊക്കെ ധാരാളം ഇതിനുള്ളിലുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ടോ, വെളുത്തുള്ളി. പിന്നെ മറ്റൊരു സാധനം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിന് എവിടുന്ന് തപ്പിയെടുക്കുന്ന ദാ കണ്ടോ, മനസ്സിലായോ? ജീരകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ സാധാരണ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടോ, കല്ലുപ്പ് കലക്കി ഇങ്ങനെ വെച്ചേക്കും. ആദ്യം ഒന്ന് കഴുകി അഴുക്ക് കളഞ്ഞിട്ടാണ് കല്ലുപ്പ് കലക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അങ്ങോട്ട് ഒഴിക്കും. പിന്നെ വേണമെങ്കിൽ ഒഴിക്കാമല്ലോ. കല്ലുപ്പിൻ്റെ ഉറയനുസരിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അങ്ങ് ഞാൻ തോരനാക്കാൻ പോവുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനതൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുത്തു. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇപ്പോൾ കടുകിടാവേ. കടുകൊന്ന് പൊട്ടട്ടെ. ഞാൻ കടുക് പൊട്ടിക്കഴിയുമ്പം അരപ്പങ്ങ് ഇടും. അതിൻ്റെ ആ പച്ചപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അങ്ങ് വഴറ്റിയെടുക്കും. ഉള്ളിയൊക്കെ ചതവ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഇടയ്ക്ക് കാണാം. എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറുക, അത്രയേ ഉള്ളൂ. മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ജാറ് കഴുകിയ വെള്ളം ശകലം അങ്ങോട്ട് ഒഴിച്ചു. കാന്താരി, ഉള്ളിയുടെ വയലറ്റ് നിറമൊക്കെ കണ്ടോ, വെളുത്തുള്ളി എല്ലാം കാണാം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല അങ്ങ് ഇടും. അങ്ങനെ മുഴുവൻ അങ്ങ് ഇടും. ഇളക്കിയിട്ട ഒരു ഘട്ടമാണിത്. ഇപ്പോൾ ഇത് നല്ല ഈർപ്പത്തിലായിരിക്കും. ഇതൊന്ന് തോർന്ന് വരണം. നമ്മുടെ